വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ പരാതി നൽകിയ ആളിന് തുച്ഛമായ തുക മാത്രം കുറച്ചു നൽകി കേരള ബാങ്ക്. 4 ലക്ഷം രൂപയുടെ വായ്പയിൽ വെറും 515 രൂപയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അപേക്ഷകന് ഇളവായി നൽകിയത്. അപേക്ഷകന് മാനദണ്ഡപ്രകാരം പിഴപ്പലിശ ഇനത്തിൽ നൽകാവുന്ന പരമാവധി ഇളവാണ് നൽകിയതെന്നാണ് കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖ മാനേജറുടെ വിശദീകരണം. കൂലിത്തൊഴിലാളിയായ പരാതിക്കാരൻ കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത ലോണിൽ തിരിച്ചടവായി ഇനി അവശേഷിക്കുന്ന തുക 3,97,731 രൂപ. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിട്ടിയിലെത്തിയപ്പോൾ നേരിട്ട് പോയി പരാതി നൽകി. കുടിശ്ശിക ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യം. ഒരു ദിവസത്തെ തൊഴിൽ ഉപേക്ഷിച്ചാണ് പേരാവൂർ മണ്ഡലം നവകേരള സദസ്സിൽ പോയി അപേക്ഷ നൽകിയത്. കൃത്യമായ ഇടവേളകളിൽ മറുപടി ലഭിച്ചു. ഡിസംബർ 6-ന് പരാതി തീർപ്പാക്കിയുള്ള സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ മറുപടി ലഭിച്ചു. പക്ഷേ മറുപടി വിശദമായി പരിശോധിച്ച അപേക്ഷകൻ ഞെട്ടി. പരമാവധി ഇളവായി ലഭിച്ചത് 515 രൂപ മാത്രം. അതായത് 3,97,731 രൂപയിൽ നിന്ന് 515 രൂപ കുറച്ച് ബാക്കി 3,97,216 രൂപ അടയ്ക്കണം. പരാതി തീർപ്പാക്കൽ മറുപടിയിലെ കൗതുകം വൈറലായതോടെ സാങ്കേതികത്വം വിശദീകരിച്ച കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖ മാനേജർ MK വിനോദ്. അത് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു 12 ഇൻസ്റ്റാൾമെന്റ് വരെയാണെങ്കിൽ അടയ്ക്കാനുള്ള പലിശയുടെ 5% ബാങ്ക് ഒഴിവായി കൊടുക്കുന്നുണ്ട്. അതിന് മേലേക്ക് അത് ഓരോ ലോണിന്റെ ഇത് നോക്കിയിട്ട് എലിജിബിലിറ്റി അനുസരിച്ച് കൊടുക്കും. അങ്ങനെയാണ്. അല്ല, അത് അവിടുന്ന് അതിനൊരു കമ്മിറ്റി ഉണ്ട്, രജിസ്ട്രാർ മറ്റൊക്കെ അടങ്ങുന്ന കേരള ബാങ്കിന്റെ അവരാണ് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് മറുപടി കൊടുക്കുക. ബ്രാഞ്ചിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ബ്രാഞ്ചിൽ അങ്ങനെ വന്നിട്ടില്ല. അത് മറുപടി കത്ത് പുറത്തുവിട്ടെങ്കിലും രംഗത്ത് വരാൻ പരാതിക്കാരൻ ഇതുവരെ തയ്യാറായിട്ടില്ല. തുച്ഛമായ ഈ ഇളവിലും ഭേദം പരിഗണിക്കാൻ കഴിയില്ലെന്ന മറുപടിയായിരുന്നുവെന്ന് പരാതിക്കാരൻ പോലും കരുതുന്നുണ്ടാകണം. പരാതി തീർപ്പാക്കലിനെ വിമർശിക്കാൻ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന രാഷ്ട്രീയായുധമാണ് 515 രൂപയുടെ ഇളവ് അനുവദിച്ചുള്ള സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ മറുപടി കുറിപ്പ്. 515 രൂപയുടെ ഈ ആനുകൂല്യം വല്ലാത്ത ചെയ്ത്തായിപ്പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉയരുന്ന വിമർശനം. അങ്ങനെ ഇളവ് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സംഗതി എന്തായാലും രക്ഷാപ്രവർത്തന വിവാദത്തിന് ശേഷമുള്ള സോഷ്യൽ മീഡിയ ഹിറ്റാണ് 4 ലക്ഷത്തിന് 515 രൂപയുടെ ഇളവ്. അരുൺ ഹൂണികനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൂരിലെ നവകേരള സദസ്സിലെ പരാതികളിൽ ഏറ്റവും അധികം പരാതികൾ തീർപ്പാക്കിയത് സഹകരണ വകുപ്പാണ്. നാടിൻ്റെ സങ്കടങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണാൻ മന്ത്രിസഭ തന്നെ നേരിട്ടെത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും അപേക്ഷ കൊടുത്തത്. ഇരിട്ടി വരെ പോയി അപേക്ഷ നൽകാൻ നിൽക്കാതെ ആ ദിവസത്തെ ജോലിക്ക് പോയിരുന്നെങ്കിൽ 515 രൂപയുടെ ഇളവിനേക്കാൾ കൂടുതൽ കൂലി ലഭിച്ചേനെ എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. കേൾക്കാം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. പാർട്ടിയുടെ ആളുകളോട് ചോദിക്കുമ്പോൾ പറയണു അവരെന്തൊക്കെയോ ചെയ്യുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ പലതും കാണുന്നില്ല. പ്രഹസനം എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പാർട്ടി അനുഭാവികൾക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. സംഭവങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇപ്പം എത്രമാത്രം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഈ കോടികളൊക്കെ ചിലവാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? വെറും പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആര് ഭരിച്ചാലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. ഓരോ ദിവസം ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമല്ല. നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രതിപക്ഷമായാലും ശരി തന്നെ, ഭരണപക്ഷമായാലും ചെയ്യേണ്ടത്. നവകേരള യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര ഇറക്കി, പക്ഷേ എല്ലാവരുടെയും അപേക്ഷകളൊക്കെ മേടിച്ച് അതൊക്കെ കുറ്റി പോവുക എവിടെ പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെയാണ്. എന്ത് കാര്യമല്ലേ 500 രൂപ കുറച്ച് കൊടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു നേരം ചായക്ക് മരിക്കൊരു ഹോട്ടലിൽ കയറി ചായക്ക് തെയ്യോ? അതൊക്കെ പറഞ്ഞാൽ ശരിയത്തെ പരിപാടിയാണ്. അതിൽ കറക്റ്റായിട്ട് എന്തെങ്കിലും ആ സംഭവം എന്താ നോക്കിയിട്ട് അതിന് കണക്കായിട്ട് അതിന് വേണ്ടത് ചെയ്യുക. ആ ഒരു പൈസ കുറച്ചെന്നുള്ളതിൽ വെറും കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 1000 രൂപ ചിലവാക്കി വരുന്നവന് 500 രൂപ കുറവാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇരിട്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 3,97,713 ലോൺ എടുത്ത് അദ്ദേഹം തിരിച്ചടക്കേണ്ടത് 9-10 ലക്ഷം രൂപ. അദ്ദേഹത്തിന് കുറച്ച് കിട്ടിയത് 500 രൂപ. ഇത് പ്രഹസനമല്ലാതെ എന്താ? നമ്മളിവിടുത്തെ സാധാരണക്കാർ ദിവസം തൊഴിൽ ഒഴിവാക്കുമ്പോൾ 1000 രൂപയെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് ഇത്തരം സദസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ളൊരു ആനുകൂല്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന ജനങ്ങളെ പരിഹസിക്കുന്ന തുല്യമാണ് ഇത്തരം സർക്കാരിൻ്റെ രീതിയിലുള്ള സമീപനം. നല്ലൊരു എമൗണ്ട്, മിനിമം ഒരു 10,000 15,000 അങ്ങനെ എന്തെങ്കിലും കുറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇത് ബാങ്കിൽ പോയി കരഞ്ഞാൽ പോലും ഇതിലേറെ കൂടുതൽ കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ അഭിപ്രായം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.